സ്ത്രീകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു മുഴയാണ് ഫൈബ്രോയിഡ് യൂട്രസ്. യൂട്രസിനെ പറ്റി നമുക്കറിയാമല്ലോ, അതൊരു മസിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനാണ്. ആ മസിലിൻ്റെ ഓരോ ഫൈബറിൽ നിന്നും ഈ മുഴ പോലെ എപ്പോൾ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ ഉണ്ടാവാം. ഇതിനെയാണ് ഫൈബ്രോയിഡ്, ഒരു മസിൽ ഫൈബറിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു മുഴയാണ് ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത്. ഇത് കാണുന്നത് നമ്മൾ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ എപ്പോൾ വേണമെങ്കിലും ഇത് കാണാം. എന്നാൽ കൂടുതലും 45 വയസ്സിനോടടുത്താണ് കൂടുതൽ കാണുക. കാരണം അത് ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ 45 വയസ്സാകുമ്പോഴേക്കും ഹോർമോൺ നമുക്ക് വ്യത്യാസം വരും. ഈസ്ട്രജൻ മാത്രമാവും. ഈസ്ട്രജൻ ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് കൂടുതൽ കാണുന്നത്. ഇനി ഫൈബ്രോയിഡുകാർ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഒരു ഡോക്ടറെ അടുത്ത് എങ്ങനെയാണ് വരിക, എന്താണ് അവരുടെ പ്രധാന ബുദ്ധിമുട്ടുകൾ? ചില സമയത്ത് അവർ പറയും അവർക്ക് അടിവയറിലൊരു ഹെവിനെസ് ഉണ്ട്, ഒരു ഭാരം തോന്നുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അവർ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്തോ മറ്റോ അവർ തന്നെ പറയാം, ഞാൻ മുഴ കണ്ടുപിടിച്ചു, അങ്ങനെയാണ് ഞാൻ വരുന്നത്, എനിക്കൊരു മുഴയുണ്ട് അടിവയറ്റിൽ, അങ്ങനെയും പറഞ്ഞു വരാം. അതിലും സാധാരണ